ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി ചായക്കടി റെഡിയാക്കിയെടുക്കാം. ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഞാൻ ഇത് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. മൈദമാവിലേക്ക് ഒരു മുട്ട, ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി, ഇനി അല്പം വെള്ളം ഒഴിച്ച് നമ്മളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. കട്ട കെട്ടാതെ വേണം നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇത് മുക്കി പൊരിക്കാനുള്ള ചക്കയൊന്ന് കുരുക്കളഞ്ഞെടുക്കാം. ഒരുപാട് പഴുത്ത ചക്ക ഇതിനെടുക്കരുത്. ഇതിനകത്തുള്ള കുരുവെല്ലാം മാറ്റി നമ്മൾ 2 പീസോ 3 പീസോ ആയിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബാറ്ററിലേക്ക് മുക്കി ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചു കോരാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളത് പൊരിച്ചെടുക്കാനായിട്ട്. ഇല്ലയെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുവേ. നമ്മൾ തിരിച്ചു മറിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇനി ചക്ക കിട്ടുകയാണെന്ന് വെച്ചാൽ ആരും കളയരുത്. ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഈ മാവിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ മഴയൊക്കെ അല്ലേ, ഒരു കട്ടനും കൂടി ഉണ്ടെങ്കിൽ അന്നത്തെ കാര്യം സൂപ്പറാണ്. ഇനി ഇരുന്ന് സമയം കളയല്ലേ, വീട്ടിൽ ചക്കയുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തുടങ്ങിക്കോ. ഈ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ചക്കപ്പഴംപൊരി ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് ഓയിലിൽ ചുട്ടെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ചുട്ട് കഴിക്കുമ്പോഴാണ്.